അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ സമ്പത്തില്ലാത്തത് കൊണ്ടല്ല. അബൂദറിനോട് പറഞ്ഞില്ലേ ഹബീബായ നബി തങ്ങൾ, അബൂദറേ ഈ കാണുന്ന മല മുഴുവനെ സ്വർണ്ണമാക്കണമെന്ന് ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞാൽ ഈ മല മുഴുവനെ സ്വർണ്ണമാക്കി തരാൻ എന്റെ റബ്ബ് ഒരുക്കമാണ് അബൂദറേ എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. ഒരു മല മുഴുവനെ സ്വർണ്ണമാക്കി കൊടുക്കാൻ റബ്ബ് തയ്യാറുള്ളപ്പോൾ ആ സമയത്ത് 8 മുഴം വീതിയുള്ള 10 മുഴം നീളമുള്ള താടൂരി ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് കിടന്നിറങ്ങിയെടുന്നിരാ. ഒരു നട്ടുച്ച നേരത്തല്ലേ പ്രിയപ്പെട്ട ഭാര്യയോട് വന്നിട്ട് പറഞ്ഞത്, ഭാര്യയോട് ആയിഷ വിശക്കുന്നു മോളെ, ആയിഷ വിശക്കുന്നു മോളെ, ആയിഷ വിശക്കുന്നു ആയിഷ. സമയത്ത് ആയിഷ റളിയല്ലാഹു തആല എന്ന പ്രിയപ്പെട്ട ഭാര്യ അടുക്കള പുറത്തോട്ട് പോയിട്ടൊരു കാരക്കീടത്തുണ്ട് പോലും കൊടുക്കാനില്ലാതെ കവത്തി വെച്ചിരിക്കുന്ന പാത്രങ്ങളെടുത്ത് മലത്ത് നോക്കിയിട്ട് പ്രിയപ്പെട്ട ഹബീബായ ഭർത്താവ് വന്ന് പൊട്ടിക്കരയുമ്പോ കേൾക്കുന്നത് ഭാര്യയുടെ കരച്ചിലാ. എന്താ ആയിഷ കരയുന്നതെന്താ? യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അങ്ങ് വിശന്ന് പറഞ്ഞിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് ചോദിക്കുമ്പോ ഈ അടുക്കളയിൽ ഒരു കാരക്കയുടെ കീറ് പോലും അങ്ങയുടെ വിശപ്പിന് തരാനില്ല നബിയേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട ഭാര്യയുടെ തന്റെ രസാരത്തിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന ഭാര്യയുടെ കവിളിൽ നിന്ന് തടം തല്ലിയാ തുടങ്ങിയ അശ്രുബിന്ദുക്കൾ തന്റെ രസാരത്തിന്റെ വിരൽ കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് ആയിഷ കരയണ്ട മോളെ, ആയിഷ കരയണ്ട മോളെ, കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഞാനിന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തലേ ദിവസം ഇശാക്ക് ശേഷം ഇന്നത്തെ ദിവസം ലോഹർ വരെ ഹബീബായ മുത്ത് ഒരൽപ്പം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഞാനിത് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് നട്ടുച്ച നേരത്തെ വിശന്ന് കരിയുന്ന വയറുമായി ഹബീബായ നബി തങ്ങൾ ഈത്തപ്പന മരത്തിന്റെ ഓലയിലോട്ട് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഇനി ആയിഷ ബീവിയുടെ വാക്കുകൾ കടമെടുത്ത് പറയട്ടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്റെ മുമ്പിൽ വന്ന് ഭക്ഷണമില്ലാതെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈത്തപ്പന മരത്തിൽ ചുരുണ്ടുകൂടി കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കുന്താബുക്കി റഹ്മത്തൽ റസൂലുള്ളാഹ്, അവിടെ നിന്നിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എന്റെ ഹബീബായ ഭർത്താവിന്റെ കിടപ്പ് കണ്ടപ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ആ സമയത്ത് വയറ്റിലേക്ക് കാല് ചേർത്ത് വെച്ചിട്ട് കൊഞ്ചു ചുരുണ്ടുകൂടി കിടക്കുന്നത് പോലെ എന്റെ ഹബീബായ ഭർത്താവ് കിടക്കുന്നത് കണ്ടപ്പോ കുന്താബുക്കി റഹ്മത്തൽ റസൂലുള്ളാഹ്, ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി. ആ സമയത്ത് ഞാൻ ഓർത്തു, എന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാനല്ലേ എനിക്ക് കഴിയാതിരുന്നത്. അവിടെ കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് നിന്നിട്ട് വാംസഹുബീദി എന്റെ വലത് കൈകൾ കൊണ്ട് ഞാൻ എന്റെ ഹബീബായ നബിയുടെ വയറുമല്ലേ തടകിക്കൊടുത്തു. ഇതുകൊണ്ടെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ തിരുദൂതരേ. ചുരുണ്ടുകൂടി കിടക്കുന്ന എന്റെ ഭർത്താവിന്റെ വയറ് പോയി. ഞാൻ എന്റെ വലത്തെ കൈകൊണ്ട് മെല്ലെ മെല്ലെ തടവി കൊടുത്തു. കുന്താബുക്കി റഹ്മത്തൽ റസൂലുള്ളാഹ്, എന്റെ ഭർത്താവിന്റെ കിടപ്പ് കണ്ടിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയെന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. സമ്പത്ത് കൊണ്ട് ധൂർത്ത് കാണിക്കുന്നവരെ കേൾക്കുക, വിവാഹത്തിന് ധൂർത്ത് കാണിക്കുന്നവരെ കേൾക്കുക. കഴിയാത്തത് കൊണ്ടല്ല കിടന്നുറങ്ങിപ്പോയി. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നില്ലേ പ്രിയപ്പെട്ട പൊന്നുമോൾ, പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ. കയ്യിലൊരു പകുതി റൊട്ടിയുണ്ട്. ആ റൊട്ടിയുമായി ഹബീബായ നബിയുടെ അടുക്കൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, എന്താണ് പൊന്നുമോളെ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇതെന്താണ് മോളെ? ആ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇതെന്റെ കൈകൾ കൊണ്ട് ഞാൻ മാവ് കുഴച്ചിട്ട് റൊട്ടി ചുട്ടതാണ്. ഒരൊറ്റ റൊട്ടിയായി എന്റെ വീട്ടിൽ ചുട്ടത് ഒരു വിവാഹ വീട്ടിലെ അവസ്ഥയായത്. ആ സമയത്ത് നബിയെ ഒരൊറ്റ റൊട്ടിയാണ് ഞാൻ ഇന്ന് എനിക്കും മലിക്കും മക്കൾക്കും വേണ്ടി ചുട്ടെടുത്തത്. അപ്പോഴാണ് ഞാൻ അങ്ങയുടെ പട്ടിണി ഓർത്തത്. ഞാനിത് അങ്ങേക്ക് വേണ്ടി പകുതി റൊട്ടി തന്നതാണ് നബിയെ. ഒരൊറ്റ റൊട്ടി എന്റെ വീട്ടിൽ ചുട്ടത് ഞാൻ എന്റെ കൈ കൊണ്ട് ഞാൻ മാവ് കുഴച്ചിട്ട് ചുട്ടതാണ്. ആ സമയത്താണ് എന്റെ ഉപ്പ പട്ടിണിയിലാണല്ലോ എന്ന് ഞാൻ ഓർത്തത്.
ഇങ്ങോട്ട് നോക്ക്. കല്യാണം കഴിച്ചു വിട്ട മോളുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. സമാധാനമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ കല്യാണം ഇങ്ങനെ നടക്കണം. കല്യാണം ഈ വളർത്തിവിട്ട് മക്കളെ വിട്ട പിതാക്കന്മാർ ഇവിടെ ഇല്ലേ? ഒരു പെരുന്നാളിനെങ്കിലും അവളെന്നെ ഒന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ നോർക്കുന്നവർ ഇല്ലേ? തന്റെ ഭർത്താവിന്റെ വീട്ടിൽ കൈകൊണ്ട് പത്തിരി ചുട്ടു ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മളെ കെട്ടിച്ചു വിട്ടതാണ്. രണ്ടായിട്ട് മടക്കി പകുതി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, മോളെ എന്താ ഇത്? അള്ളാഹു ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ഇങ്ങനെയുള്ള ബന്ധം തരട്ടെ, ഇങ്ങനെയുള്ള മക്കളെ അള്ളാഹു തരട്ടെ. ഇന്ന് വീതം വെച്ച് കൊടുത്താൽ പിന്നെ മക്കളില്ല, വാപ്പയില്ല, പോയി. അതോടെ പൊക്കിൾ കൊടിയുടെ ബന്ധമറ്റുപോയ കാലുഷ്യത്തിന്റെ ലോകത്താണ് ഞാൻ ഈ കല്യാണക്കഥ പറയുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മോള് കൊണ്ടുവന്ന പകുതി റൊട്ടിയിൽ നിന്നൊരൽപ്പം കടിച്ചെടുത്ത് വായിലേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഇന്ന ഹാദാ അവ്വലു തആമിൻ തആമു അബീകി മുൻദു സലാസത അയ്യാം. 3 ദിവസത്തെ പട്ടിണിക്ക് ശേഷം നിന്റെ വാപ്പയുടെ ആദ്യത്തെ ഭക്ഷണം ഇതാണ് മോളെ എന്ന് പറഞ്ഞു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് ദിവസത്തെ പട്ടിണിക്ക് ശേഷം നിന്റെ വാപ്പയുടെ ആദ്യത്തെ ഇന്നത്തെ ഭക്ഷണമാണ് ഈ പകുതി റൊട്ടി. ചിന്തിക്കുക. പൊന്നുമോളെ ഫാത്തിമ, 3 ദിവസത്തെ പട്ടിണിക്ക് ശേഷം നിന്റെ വാപ്പ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഈ പാതിറൊട്ടി എന്ന് പറഞ്ഞു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇങ്ങനെയല്ലേ പട്ടിണി കിടന്നത്? അങ്ങനെ പട്ടിണി കിടന്നൊരു രാത്രിയിലല്ലയോ പാതിരാ സമയത്തിറങ്ങിപ്പോയി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോയി. പാതിരാ സമയത്ത് മദീനത്ത് കൂടി നടന്നു പോകുമ്പോ ആ സമയത്ത് മറുഭാഗത്ത് നിന്ന് ഒരാൾ വരുന്നത് കാണാം. ആരെന്നറിയോ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം ചൊല്ലി, എന്താ അബൂബക്കറേ, വിശക്കുന്നു യാ റസൂലല്ലാഹ്, വിശപ്പ് കാരണത്താൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നബിയേ. സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നതാണ്. ഹബീബായ നബിയും അബൂബക്കറും സഞ്ചരിച്ചില്ലേ മുഅ്മിനീങ്ങളെ? ആ സമയത്താണ് മറുഭാഗത്ത് നിന്ന് വേറെ രാജാനുഭാവ് കടന്നു വരുന്നത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആ സമയത്ത് ഉമറാണ്. എന്തേ ഉമറേ? വിശക്കുന്നു നബിയേ, വിശക്കുന്നു നബിയേ. അൽ ജുഉ യാ റസൂലല്ലാഹ്. വിശക്കുന്ന നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നബിയേ. ആ സമയത്ത് 2 പേരും നടന്നു പോയപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, നബിയേ അങ്ങിറങ്ങി വന്നത് എന്തിനാണ്? ഞാനും അബൂബക്കറും വിശന്നുകൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങിറങ്ങുന്നത് എന്തിനാണ് നബിയേ? മല്ലദീ അഖ്റജകുമാ മിൻ ബുയൂതികുമാ. സഹാബ, ഏതൊരു പട്ടിണി കാരണത്താലാണോ വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാതെ നിങ്ങൾ ഇറങ്ങി വന്നത്? ആ പട്ടിണിയാണ്, വിശപ്പാണ് എന്നെയും എന്റെ വീട്ടിൽ നിന്ന് പാതിരാ സമയത്ത് മദീനത്തിന്റെ തെരുവോരത്തിലേക്ക് ഇറക്കി വിട്ടതെന്ന് ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണമായ ഹബീബായ നബിയുടെ മറുപടി വരുമ്പോ 3 പ്രിയപ്പെട്ട സമുദായത്തിന്റെ അംഗങ്ങൾ ആരാ സഹോദരാണ്? നാളെ പരലോകത്ത് ഞാനാണ് സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യം മുട്ടുന്നതെന്ന് പറഞ്ഞ എന്റെ തൊട്ടുപുറകിൽ അബൂബക്കർ ഉണ്ടാകും, അതിന്റെ തൊട്ടുപുറകിൽ ഉമർ ഉണ്ടാകുമെന്ന് പറഞ്ഞ പരലോകത്ത് സ്വർഗത്തിന്റെ വാതിൽ ക്രമാനുഗതമായി കയറി പോകേണ്ട ലോകത്തിന്റെ പുണ്യപുരുഷന്മാർ പാതിരാ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോ റബീഅത്തിന് ഹൈസമിന്റെ വീട്ടിലെത്തിയില്ലയോ? അബുൽ ഹൈസമിന് റബീഇന്റെ വീട്ടിലെത്തി. അബുൽ ഹൈസമിന്റെ ഭാര്യ സ്വീകരിച്ചിരുത്തി
മർഹബൻ ബിളുയൂഫിനൽ കിറാം. ഓർമ്മിപ്പിക്കുകയാണ് ഈ പരിമിതമായ സമയത്ത്, മർഹബൻ ബിളുയൂഫിനൽ കിറാം, മാന്യന്മാരായ അതിഥികളെ സ്വാഗതമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഒരു റൊട്ടി ഉണ്ടാക്കിയിട്ട് ഇറച്ചിക്കറിയും വെച്ച് പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ എത്തിച്ചു. പ്രിയപ്പെട്ട സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, അബൂബക്കറെ കഴിച്ചുകൊള്ളുക. മുമ്പിലിരിക്കുന്ന റൊട്ടി കഷണം എടുത്തിട്ട് വായിലോട്ട് വെക്കുമ്പോ ആ സമയത്തല്ലേ ഹബീബായ നബി തങ്ങൾ ഓടിക്കൊടുത്തത്, അബൂബക്കറെ കഴിക്കാൻ വരട്ടെ. അബൂബക്കറെ, എന്താ നബിയേ? حتى زرتم المكابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അബൂബക്കറേ 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 തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ പടച്ചറപ്പിന് മുമ്പ് നിന്നോട് ചോദിക്കപ്പെടും അബൂബക്കറേ എന്ന ആയത്തങ്ങട് കേൾക്കേണ്ട താമസം. ഏതനുഗ്രഹമാ ചെറുപ്പക്കാരാ, ഏതനുഗ്രഹമാ? പട്ടിണികൾ എന്നിട്ട് ഉറക്കം വരാതെ പാതിരാ സമയത്ത് റൊട്ടി തുടുമ്പെടുത്ത് കയ്യിലോട്ട് വെച്ചപ്പോ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ പരാടിക്ക് പരിമിതി പറഞ്ഞിട്ടല്ലാതെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോവില്ലെന്നുള്ള ആയത്ത് വരുമ്പോ കടിക്കാൻ പോയ റൊട്ടിക്കസനം കയ്യിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടപ്പോ പട്ടിണി കിടന്നാൽ മതിയായിരുന്നെന്ന് ഞങ്ങളൊക്കെ തോന്നിപ്പോയിടണ്ട്. വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളെടുന്ന് പകിട കളിക്കുന്നവരെ, നിന്റെ വീട് ഡെക്കറേറ്റ് ചെയ്യാനിട്ട് സീരിയൽ ബൾബിന്റെ കണക്കെവിടെയാ പറയുക? വിവാഹത്തിന്റെ തലേ ദിവസം ഗാനമേള നടത്തിയ കണക്കെവിടെയാ പറയുക? അള്ളാഹു തന്ന അനുഗ്രഹമല്ലേ മോനെ. ഗൾഫിൽ നിന്ന് സമ്പാദിച്ചതാണെങ്കിലും കച്ചവടത്തിൽ സമ്പാദിച്ചതാണെങ്കിലും ഒരൽപ്പം പച്ചപ്പണം നിന്റെ കയ്യിൽ കിട്ടിയാലും പൊന്നുമോനെ അള്ളാഹു തന്ന അനുഗ്രഹമല്ലേ. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കണ്ണൂരുകാര്, ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ബഹിഷ്കരിച്ചാലും പ്രശ്നമില്ല. തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹത്തെ കുറിച്ച് പടച്ചറപ്പിനോട് ചോദ്യം ചെയ്യപ്പെടും. വിവാഹത്തിന് ചെലവഴിച്ച ആർഭാടത്തെ കുറിച്ച്, തലേ ദിവസത്തെ ഗാനമേളയെ കുറിച്ച്, വിവാഹത്തിന്റെ തലേ ദിവസം നടക്കുന്ന ഗാനമേള, 10,000 ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനില്ലാതെ, 10,000 ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനില്ലാതെ കഴിഞ്ഞ റമദാനിലാണ് സോമാലിയിൽ നിന്നൊരു പാവപ്പെട്ടവൻ സൗദി ചാനൽ മുഫ്തിയോട് എഴുതി ചോദിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഫ്തിയോട്, സൗദി ചാനലിന്റെ മുഫ്തിയോട്, സോമാലിയിലെ മുസ്ലിം സഹോദരന്, എന്റെയും നിങ്ങളുടെയും സഹോദരന് എഴുതി ചോദിച്ചത് എന്തെന്നറിയോ? ഇടയത്താഴം കഴിക്കൽ സുന്നത്തല്ലേ? ഇടയത്താഴം കഴിച്ചിട്ട് നോമ്പ് പിടിക്കൽ സുന്നത്താണ്, നോമ്പ് തുറക്കുന്നത് സുന്നത്താണ്. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ ഞങ്ങളുടെ നാട്ടില് ഭക്ഷണമില്ല, നോമ്പ് തുറക്കാൻ ഞങ്ങളുടെ നാട്ടില് ഭക്ഷണമില്ല. നോമ്പ് തുറക്കാതിരുന്നാൽ നോമ്പിന്റെ പ്രതിഫലം കിട്ടുമോ? ഒട്ടകത്തിന്റെ ചാണകം നിന്നിട്ട് ഒട്ടകം കാട്ടിക്കുന്ന ഭാഗത്ത് വായ പിളന്ന് വെച്ചിട്ട് ഒട്ടകത്തിന്റെ കാട്ടിൽ നിന്ന് ജീവിക്കുന്നവരാണ് സോമാലിയക്കാര്. എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരങ്ങള്, പള്ളിയിൽ വെറുതെ ദുആ ചെയ്തിട്ട് കാര്യമില്ല മോനെ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ഒട്ടകത്തിന്റെ ചാണകം തിന്നുമ്പോ ആ സമയത്ത് ബിരിയാണി ചെമ്പിരാവി പറത്തിയിട്ട് അവസാനം കല്യാണം കഴിഞ്ഞിട്ട് എത്ര പേരുടെ ഭക്ഷണമാ മോനെ കുടിച്ചു മൂടുക? എത്ര പേരുടെ ഭാഗമാ കുടിച്ചു മൂടുക? ഇനി എല്ലാവർക്കും നിന്നിട്ട് സർവ്വകുബേരന്മാർക്കും വയറ് നിറഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ തൊട്ടടുത്ത പള്ളിയിലെ യത്തീംഖാനയിൽ കൊടുക്കുന്നവനെ വേസ്റ്റ് മിച്ചം വന്ന യത്തീംഖാനയിലെ ദറസിലെ മുത്തല്ലിമീങ്ങൾക്ക് ഓർത്തു വെച്ചോളി. ഇപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇപ്പൊ ഓർക്കും കബീർ മൂല്യാർ ഇങ്ങനെയൊക്കെ